ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഒക്ടോബർ 19. ഞാൻ അനാമിക. ദൈവമാതാവായ പരിശുദ്ധ മറിയം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വേളാങ്കണ്ണി മാതാവ് രണ്ടാമത്തെ ദർശനം. വേളാങ്കണ്ണിക്കടുത്ത് നടത്തിട്ട എന്ന സ്ഥലത്ത് യാത്രക്കാർക്ക് മോര് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന മുടന്തനായ ഒരു കുട്ടിക്ക് നമ്മുടെ നാഥ കാണപ്പെട്ടു. തൻ്റെ ദിവ്യ പൈതലിന് കുറേ മോർ വാങ്ങിക്കൊടുത്തു. ഇതിനുശേഷം അവൻ്റെ മുടന്ത് സുഖമായി. ഈ വിവരം നാഗപട്ടണത്തിലെ ഒരു കത്തോലിക്കനെ അറിയിക്കുവാൻ അവനോടാവശ്യപ്പെട്ടു. ഈ കത്തോലിക്കനു തലേ രാത്രിയിൽ ഇത്തരമൊരു ദർശനമുണ്ടായതായി പറയപ്പെടുന്നു. ആകയാൽ മുടന്തനായിരുന്ന കുട്ടി വന്ന് വിവരം അയാൾ സ്ഥലത്ത് വന്ന് സ്ഥിതിഗതികൾ അറിഞ്ഞു. അവിടെ മുൻ പറഞ്ഞതുപോലെ ഒരു ദിവ്യസ്ത്രീയും അവളുടെ പൈതലുമൊത്ത് തദ്ദേശീയരായ ഹിന്ദുക്കൾ ഒരു ദേവതയാണെന്ന് ധരിച്ച് ഏതാനും വർഷം മുമ്പ് ദിവ്യദർശനമുണ്ടായതായി പറയപ്പെടുന്നു. ആ കുളക്കരയിൽ വണങ്ങി വരുന്നതായി അറിയിക്കുകയും ചെയ്തു. കൂടാതെ അവിടെ വെച്ച് അയാൾക്ക് ആ സ്ത്രീയും പൈതലും വേറൊരു ദർശനമുണ്ടായത് ഉടനെ കാണപ്പെട്ടുണ്ടായി. അവിടെ അയാളുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണിയാമെന്ന് ആവശ്യപ്പെട്ടു. ഉടനടി ഓലമെണഞ്ഞ ഒരു ഷെഡ് കെട്ടിയുണ്ടാക്കി അതിൽ ഒരു പീഠം നിർമ്മിച്ച് ആ സ്ത്രീയുടെ രൂപവും നിർമ്മിച്ച് അതിൽ സ്ഥാപിച്ചു. മുടന്തൻ കുട്ടിയുടെ അരതക സുഖപ്രാപ്തി നാടെങ്ങും അറിഞ്ഞു. ജനങ്ങൾ പ്രാർത്ഥിക്കുവാൻ തടിച്ചുകൂടി. ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു. ദേവമാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. thank you